ക്ഷേത്രം യച്ഛ യാദൃച്ഛ യദ്വികാരി യദച്ഛയത് സചയോ യത്പ്രഭാവശ്ച തസ്മാസേന മേ ശൃണുഃ. ക്ഷേത്രായനം ക്ഷേത്രായനം. കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട് പൗരാണിക ഗ്രാമീണ സംസ്കൃതിയുടെ കളിത്തൊട്ടിലാണ്. ജനജീവിതത്തിന്റെ ആദ്യ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഈ നദീതടം കേരളത്തിന്റെ സാംസ്കാരിക വാഹിനികളായ നദികളാൽ സമ്പന്നമാണ്. പുണ്യനദിയായ പമ്പയുടെ തീരം പോലെ നിരവധി തീർത്ഥപ്രവാഹിനികൾ ഒഴുകിയെത്തുന്ന കുട്ടനാടൻ ഹരിതശാതുല ഭൂമി ആദിമ നദീതട സംസ്കാരത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. ആചാരബദ്ധമായ ഒട്ടനവധി വിശ്വാസധാരകളെ ഗോത്രത്തനിമയുടെ പാരമ്പര്യത്തിൽ സമന്വയിപ്പിക്കുന്ന ഈ ദേശം കേരളത്തിലെ ആദിമകാല ഹൈന്ദവാരാധനാ സങ്കേതങ്ങളിൽ ഒന്നാണ്. മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന ഗാണ്ഡവദഹനം നടന്ന സ്ഥലം കുട്ടനാടായിരുന്നു എന്ന നിഗമനം നിലനിൽക്കുന്നുണ്ട്. കാട്ടുതീയാൽ ചുട്ട നാടാണ് കുട്ടനാടായത്. അനുഷ്ഠാനങ്ങളും അനുബന്ധ കലകളും അരങ്ങേറുന്ന തനത് നാടൻ വേദിയായ കാവുകളും അമ്പലങ്ങളും കുട്ടനാടൻ ഗ്രാമീണ ജീവിതത്തിന്റെ സചേതന പ്രതീകങ്ങളാണ്. പൈതൃകമായി നമുക്ക് കൈവന്നിട്ടുള്ള സംസ്കാരത്തിന്റെ അനുപമ പ്രഭ പരത്തുന്ന ക്ഷേത്രങ്ങൾ അത് നിലനിൽക്കുന്ന തട്ടകങ്ങളിലെ ജനങ്ങളുടെ സാംസ്കാരിക ജീവിതത്തിന്റെ സവിശേഷതകളെ പ്രതിഫലിപ്പിക്കുന്നു. കുട്ടനാടൻ ഗ്രാമീണ ജീവിതം ഒരു കണ്ണാടിയിൽ എന്ന പോലെ ആവാഹിച്ചെടുത്ത അപൂർവമായൊരു ക്ഷേത്രോത്സവ ചടങ്ങിലേക്ക് ക്ഷേത്രായനം മാന്യപ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. പള്ളിവാണ പെരുമാൾ എന്നറിയപ്പെടുന്ന ചേരമാൻ പെരുമാൾ പണി കഴിപ്പിച്ച കുട്ടനാടിലെ പുരാതനമായ നീലംപേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ഗ്രാമത്തിന്റെ സമർപ്പണം പോലെ അരങ്ങേറിയ പൂരം പടയണിയുടെ ഉൾത്തുടിപ്പാണ് ഇന്നത്തെ ക്ഷേത്രായനം. അനുഷ്ഠാനത്തിന്റെയും കലയുടെയും സമന്വയത്തിലുതിരുന്ന കുട്ടനാടിന്റെ ഉത്സവത്തിമിർപ്പ് നീലംപേരൂർ പൂരം പടയണി. മധ്യ തിരുവിതാംകൂറിന്റെ മണ്ണിലും മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന അനുഷ്ഠാന കലാരൂപമായ പടയണിയുടെ കുട്ടനാടൻ ദേശഭേദമാണ് നീലംപേരൂർ പൂരം പടയണി. കുട്ടനാടിന്റെ ദേശത്തനിമയെ ഉയർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒന്നിപ്പിച്ച് ഒരു കൂട്ടായ്മയായി അരങ്ങേറുന്ന നീലംപേരൂർ പടയണി നാടോടി ജീവിതത്തിന്റെ സാംസ്കാരിക ചൈതന്യമാണ്. പ്രാചീന ഗോത്ര സംസ്കൃതിയുടെ തനിമ നിലനിർത്തുന്ന പടയണി വിശേഷം മലയോരങ്ങളിൽ നിന്ന് നദിയോരങ്ങളിലേക്ക് മാറ്റപ്പെട്ട താമ്ര നവീന ശിലായുഗത്തിലെ മനുഷ്യരുടെ ജീവിതക്രമത്തിന്റെ അനുഷ്ഠാന രൂപമാണ്. ആദിമ ജനതയുടെ ആരാധനയും സങ്കല്പങ്ങളും നൃത്തഗാന രൂപങ്ങളും ഉൾക്കൊള്ളുന്ന പ്രാചീന പാരമ്പര്യം ഈ അനുഷ്ഠാനത്തിൽ തെളിയുന്നു. ഗ്രാമദേവതയായി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന അമ്മയെ ആരാധിക്കുവാനാണ് പടയണി നടത്തുന്നത്. അമ്മയായ ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഗ്രാമീണ ജനതയ്ക്ക് രക്ഷയും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അമ്മദൈവ സങ്കല്പത്തിലെ അതിപ്രാചീനമായ കാളിയുടെ രൂപത്തിന് നാടോടി മനസ്സിൽ കൂടുതൽ സ്വീകാര്യതയുണ്ട്. കാളിയുമായി ബന്ധപ്പെട്ട പടയണിയുടെ ഇതിവൃത്തത്തിന് പൗരാണികമായ ഐതിഹ്യബന്ധവും കാണാം. ഇരുളിന്റെ ശക്തിയായ ദാരികനെ നിഗ്രഹിച്ച കാളി കോപമടങ്ങാതെ ശിവസന്നിധിയിലെത്തി. കാളിയുടെ കോപമകറ്റുവാനായി ശിവനും ഭൂതഗണങ്ങളും രംഗത്തു വന്നു. ഇത് കണ്ട് സന്തോഷവതിയായി കാളിയുടെ കലിയടങ്ങി എന്ന് പുരാണം. ശൈവവും ശാക്തേയവുമായ അനുഷ്ഠാനങ്ങളോട് കൂടിക്കലർന്ന പ്രാചീന ജനതയുടെ ആത്മാവിഷ്കാരമെന്ന നിലയ്ക്കാണ് ഇപ്പോൾ പടയണി അരങ്ങേറുന്നത്. പ്രാഗ്ചരിത്ര നാടോടി സംരചനകളിൽ നവീനകാലത്തിന്റെ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായത് സാമൂഹ്യ പരിണാമ പ്രക്രിയയുടെ പശ്ചാത്തലത്തിൽ തികച്ചും സ്വാഭാവികമാണ്. നീലംപേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ പടയണി 16 ദിവസം നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാനോത്സവമാണ്. ഓണപ്പിറ്റേന്ന്, അതായത് ചിങ്ങത്തിലെ അവിട്ടത്തിൽ ആരംഭം കുറിക്കുന്ന പൂരപ്പടയണി ചടങ്ങുകൾ ഭഗവതിയുടെ നക്ഷത്രമായ പൂരം നാളിലെ വലിയ പടയണിയോടെ അവസാനിക്കുന്നു. താന്ത്രിക പൂജകളാൽ നിത്യവും ആരാധിക്കപ്പെടുന്ന ഭഗവതിയെ അഗ്നിരൂപത്തിൽ ക്ഷേത്രത്തിന് പുറത്തേക്ക് ആവാഹിച്ച് ആ അഗ്നിസ്വരൂപിണിയായ ഭഗവതിയെ സാമൂഹ്യമായ അനുഷ്ഠാന വിശേഷങ്ങളാൽ വാഴ്ത്തുന്ന ചടങ്ങുകളാണ്
നീലംപേരൂർ പടയണിയുടെ ആത്മീയ തത്വത്തിന്റെ പ്രധാന അംശം. ക്ഷേത്രത്തിലെ പൂജാരിയിൽ നിന്ന് അഗ്നി വാങ്ങി ക്ഷേത്രത്തിന് മുന്നിലെ പടയണിക്കളത്തിൽ അത് ജ്വലിപ്പിക്കുന്ന ചടങ്ങിന് ചൂട്ടടി എന്നാണ് പേര്. കുട്ടനാടിൽ സുലഭമായ തെങ്ങിന്റെ ചൂട്ടാണ് ഇവിടെ അഗ്നിയുടെ വാഹകൻ. അമ്പലത്തിന്റെ തിരുമുറ്റത്ത് കത്തുന്ന അഗ്നികുണ്ഡമാണ് തുടർന്നു വരുന്ന 16 നാളുകളിൽ ഭഗവതിയുടെ മൂർത്തിരൂപം. ആഗ്നേയ സ്വരൂപിണിയായ ഭഗവതിയുടെ മുന്നിലെ ഒരു ഗ്രാമത്തിന്റെ സമർപ്പണമാണ് ഗോത്രവർഗ തനിമ നിലനിർത്തുന്ന നീലംപേരൂർ പൂരം പടയണി. ചൂട്ടടിയോടെ പടയണിക്ക് പ്രാരംഭം കുറിച്ചാൽ പിന്നീടുള്ള 15 ദിവസങ്ങളിലും വൈകുന്നേരം കോലം എഴുന്നള്ളിപ്പുണ്ടാകും. ഓരോ ദിവസവും എഴുന്നള്ളിക്കുന്നത് അതാത് ദിവസം